ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സൂപ്പർ സൗമ്യ. ഇന്ന് നമ്മൾ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന ഹാർഫെസ്റ്റ് കാർണിവലിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ടിക്കറ്റ് ചാർജ് വെറും 30 രൂപയാണ്. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം ടിക്കറ്റ് അവിടെ നിന്ന് സെക്യൂരിറ്റി പരിശോധിച്ചതിന് ശേഷം അത് ഞങ്ങളുടെ കയ്യിലൊരു ബാൻഡായിട്ട് ഒട്ടിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഈ ഹാർഫെസ്റ്റ് ഫെസ്റ്റിവൽ ഏപ്രിൽ 5 മുതൽ 14 തീയതി വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അച്ചുകുട്ടൻ വളരെ സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചുമാണ് ഹാർഫെസ്റ്റ് ഫെസ്റ്റിവൽ കാണാൻ പോയത്. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. കനകക്കുന്നിൻ്റെ മുന്നിലുള്ള ഗേറ്റിൻ്റെ മുൻവശത്തെ കൗണ്ടറിൽ നിന്നും നമുക്ക് ടിക്കറ്റ് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്നും ഹാർഫെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏതോ ഒരു ബാൻഡിൻ്റെ മ്യൂസിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റേജിന് ഓപ്പോസിറ്റ് തന്നെയായിട്ട് റിബൺ കൊണ്ട് അലങ്കരിച്ച ഒരു നല്ലൊരു ഫോട്ടോ പോയിന്റും അവിടെ ഉണ്ടായിരുന്നു. വിവിധതരം കളറുകളിൽ റിബൺ കൊണ്ടുണ്ടാക്കിയ വളരെ മനോഹരമായ ഒരു ഫോട്ടോ പോയിന്റ് ആയിരുന്നു അത്. മ്യൂസിക് ഷോ ആസ്വദിക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ നിന്നും ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. ഈ ഹാർഫെസ്റ്റ് ഫെസ്റ്റിവലിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക്, പെറ്റ് പാർക്ക്, വർക്ക്ഷോപ്പ്, ഫുഡ് സോൺ, ഗെയിം സോൺ, വിവിധതരം മൂവി സ്ക്രീനിങ്, വിവിധതരം ബാൻഡുകളുടെ ഷോ തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ ലൈവായിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ്, കാൻഡിൽ മേക്കിംഗ്, ചാർക്കോൾ ഡ്രോയിങ്, പോട്ടറി മേക്കിംഗ് എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഗെയിം സോണിൽ വിവിധതരം ഗെയിംസുകളാണ് ഉണ്ടായിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വരുന്ന ആളുകളെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി അയൺമാനും സ്പൈഡർമാനും എല്ലാം ഒരുങ്ങിയിരുന്നു. വളരെ പെറ്റ്സ് ഫ്രണ്ട്ലി കാർണിവൽ ആയിരുന്നു. ഇവിടെ കുതിരകൾ, ഒട്ടകം തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു. അതേ ലൈവായിട്ടുള്ള സ്ട്രീറ്റ് സർക്കസ് ഷോസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിമനോഹരമായിരുന്നു ഇത്. കസ്തൂരി, അഴകിൻ ശിങ്കാരി
നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു ഈ പ്രോഗ്രാം. പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ലൈവ് പെർഫോമൻസ് ആണ് ഇതൊക്കെ. എന്തായാലും ഇവരുടെ പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ലൈവായിട്ടൊരു സൈക്കിൾ അഭ്യാസം കാണുന്നത് തന്നെ. സീന എന്ന് പറയുന്ന ചേച്ചിയായിരുന്നു വളരെ അതിഗംഭീരമായിട്ട് സൈക്കിൾ അഭ്യാസങ്ങൾ കാണിച്ചു. അതിനുശേഷം ജഗ്ലിംഗ് പോലെയുള്ള കുറച്ച് ലൈവ് പെർഫോമൻസും കണ്ടു. അതിനുശേഷം ഒരു ഇരുമ്പ് വളയത്തിൽ കൂടി കടന്നുപോയി മെയ് വഴക്കത്തിൻ്റെ ഒരു ലൈവ് അഭ്യാസ പ്രകടനവും ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്നിട്ടായിരുന്നു ഈ അഭ്യാസ പ്രകടനം കാട്ടിയിരുന്നത്. അതിനുശേഷം ടേബിളിൻ്റെ മുകളിൽ 4
കുപ്പി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ടേബിൾ വെച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നും ഈ അഭ്യാസ പ്രകടനം കാണിച്ചിരുന്നു. വളരെ മനോഹരവും വളരെ പ്രയാസമേറിയതുമായ ഒരു പ്രകടനമായിരുന്നു ഇത്. ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ലൈവ് മാജിക് ഷോയും ഉണ്ടായിരുന്നു. ഷോ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു പെറ്റ് ഷോയുണ്ട്. പക്ഷെ അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ടിക്കറ്റ് വില 50 രൂപയായിരുന്നു. ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഗ്ലാസ് ഈറ്റിംഗ് ലൈവ് ഷോയും ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ഗ്ലാസ് പീസസ് ഞങ്ങൾക്ക് നേരെ നീട്ടി ഗ്ലാസ് പീസസ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവ കഴിച്ച് കാണിക്കുന്ന ഒരു ലൈവ് പെർഫോമൻസ് ആയിരുന്നു ഇത്. ശേഷം ഒരു കുടയുമായിട്ടുള്ള ഒരു റോപ്പ് ഡാൻസ് ആയിരുന്നു ലൈവ് ഷോ ആയിട്ടുണ്ടായിരുന്നത്. ഒരു റോപ്പിൽ കൂടി നടന്ന് അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നതായിരുന്നു ഈ ഷോയിൽ. പിന്നെ സാധാരണ എല്ലാ കാർണിവലിലും ഉള്ളതുപോലെ ഫുഡ് സോൺ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, വിവിധ തരം സ്റ്റാളുകൾ, അങ്ങനെയുള്ള നിരവധി ആക്ടിവിറ്റീസും ഈ കാർണിവലിൽ ഉണ്ടായിരുന്നു. അടുത്തതായി ഒരു ആൾ കിടന്ന് അദ്ദേഹത്തിൻ്റെ ഇരു കൈയിലും 2 കാലിലുമായിട്ട് ഒരു സൈക്കിൾ കയറ്റി വെച്ച് ആ സൈക്കിളിന് ചുറ്റും തീപ്പന്തങ്ങൾ വെച്ചതിനു ശേഷം അതിൻ്റെ മുകളിൽ അഭ്യാസ പ്രകടനം മറ്റൊരാൾ കാണിക്കുന്നതിൻ്റെ ലൈവ് പെർഫോമൻസ് ആയിരുന്നു. ഇതൊരു ഡേഞ്ചറായിട്ട് തോന്നിയെങ്കിലും നിത്യവും അവർ വളരെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പെർഫോമൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റാരും അനുകരിക്കേണ്ട കാര്യവുമില്ല. ഷോ അവസാനിച്ചതിനു ശേഷം തൊട്ടിപ്പുറത്ത് മറ്റൊരു റോപ്പ് ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു ഈ മാർഷൽ ആർട്സുകളെല്ലാം തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.